നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണക്കുകൂട്ടലുകളൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ടാണ് മഴ പെയ്തിറങ്ങുന്നത്. ഈ കാലവർഷക്കെടുതിയിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഡാമുകളിലെ ജലസംഭരണ ശേഷി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ 4ഓളം ഡാമുകൾ റെഡ് അലേർട്ടിന് തൊട്ടു താഴെ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുമെന്നുള്ള അപകടകരമായ അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ഡാമുകളൊക്കെ തന്നെ കൂട്ടത്തോടെ തുറന്നുവിടേണ്ട അവസ്ഥയായിരിക്കും ഇനിയും ഈ മഴ ഇങ്ങനെ തന്നെ കലിതുള്ളി പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. കുറച്ചെങ്കിലും വെയിൽ കിട്ടിയില്ലെങ്കിൽ ഇത് വലിയ തോതിലുള്ള ഒരു ദുരന്തത്തിന് വഴിതെളിക്കുമെന്നുള്ള കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന ഭീതിയും ജനങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ അങ്ങനെ തന്നെ തുടരുന്നു. സംസ്ഥാനത്തെ 9 ജില്ലകളിലാണെന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെയുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം തന്നെ പ്രവചിച്ചു കഴിഞ്ഞു. മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ജനങ്ങളൊക്കെ തന്നെ സുരക്ഷിതമായിരിക്കാനുള്ള മുന്നറിയിപ്പാണ് പ്രധാനമായി നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയാണ് ജനം പാലിക്കേണ്ടത്. അതിനിടയിലാണ് വേനൽ മഴയും പിന്നാലെ എത്തിയ കാലവർഷവും സർക്കാരിൻ്റെ തന്നെ പ്രത്യേകിച്ചും KSEBയുടെ ഡാം മാനേജ്മെൻറ്റ് താളം തെറ്റിച്ചിരിക്കുന്നത്. പുതിയ ജലവർഷം നാളെയാണ് ആരംഭിക്കാനിരിക്കുന്നത്. 40% വെള്ളമാണ് പ്രധാനപ്പെട്ട ജലസംഭരണികളിലൊക്കെ തന്നെ ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇതുവരെയും ഇങ്ങനെയൊരു സാഹചര്യം ഇതിനു മുൻപ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ജലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ സംഭരണികൾ നിറഞ്ഞു കിടക്കുന്നത് പോലും ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ്. സാധാരണഗതിയിൽ ജലവർഷം തുടങ്ങിയതിന് ശേഷമാണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതും ഏകദേശം ജൂൺ പകുതിയോടുകൂടി മഴ നല്ല രീതിയിൽ പെയ്തിറങ്ങുന്നതും. പക്ഷേ മെയ് മാസത്തിൽ തന്നെ ചരിത്രമൊക്കെ തന്നെ തിരുത്തി കുറിച്ചുകൊണ്ട് വലിയ തോതിൽ മഴ പെയ്തിറങ്ങുന്നു. ഇപ്പോൾ പോലും കൊടും മഴയുടെ ദുരിതങ്ങൾ പേറി നാം മുന്നോട്ട് പോകുന്നു. ഇനിയുള്ള മാസങ്ങളിലും ഇത്തരം മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര അന്തരീക്ഷ ശാസ്ത്ര കേന്ദ്രം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മഴ വീണ്ടും കനത്ത് കഴിഞ്ഞാൽ 2018 തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും വേദനയോടുകൂടി ഓർക്കേണ്ടിയിരിക്കുന്നത്, ഏറ്റവും ഭയപ്പെടുത്തുന്നത് പോലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഡാമുകൾ കൂട്ടത്തോടെ തുറക്കേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ വന്നാൽ നദികളുടെ ചുറ്റുമുള്ള തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്കൊക്കെ തന്നെ വലിയ തോതിൽ അത് ആപത്തായി മാറുകയും മറുഭാഗത്ത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറാനും ഉരുൾപൊട്ടൽ സാധ്യതയും പ്രളയസമാനമായ സാഹചര്യവും ഒക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി കുറച്ച് കൃത്യമായ കണക്കുകളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 40% നിൽക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ 2020 ഇതേ സമയത്ത് 27% വെള്ളം മാത്രമായിരുന്നു ആകെ ഡാമുകളിൽ ഉണ്ടായിരുന്നത്. 2021 കണക്ക് നോക്കിയാൽ 36%, 2022 33%, 2023 21%, തൊട്ട് മുൻ വർഷം നോക്കിക്കഴിഞ്ഞാൽ 2024 കേവലം 29% ഈ സമയം KSEBയുടെ എല്ലാ സംഭരണങ്ങളുമായി ജലമുണ്ടായിരുന്നത്. 10%-ലധികം വർധനവാണ് ഈ കഴിഞ്ഞ 5 വർഷത്തെ ഒരു താരതമ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സംഭവിച്ചതായി കണക്ക് കൂട്ടാനായി കഴിയുന്നത്. ഇടുക്കി സംഭരണിയിൽ നിലവിൽ 2341.48 അടി വെള്ളമുണ്ട്. ഈ കണക്ക് നേരത്തെ എടുത്തതാണ്. അതിന് മുകളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അതിശയിക്കേണ്ടതായിട്ടുള്ളൂ. മൊത്തം സംഭരണശേഷിയുടെ 39%-ലെത്തി നിൽക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 9 അടി വെള്ളം കൂടുതലാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ നിലവിൽ നിലനിൽക്കുകയാണ്. ഇനി ഓരോ ജില്ലകളിലും പ്രത്യേകമായ അലേർട്ട് നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ചും റെഡ് അലേർട്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ഇടുക്കി ജില്ലയിലും റെഡ് അലേർട്ട് തന്നെ തുടരുകയാണ്. ഒപ്പം 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്താകട്ടെ ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും ഒരു ഭാഗത്ത് സാധ്യത കൽപ്പിക്കുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ അതിശക്തമായ മഴ തുടരുന്നു. അതിലൂടെ കനത്ത നാശനഷ്ടങ്ങളാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി വീടുകളിൽ ഇതിനോടകം തന്നെ വെള്ളം കയറി. പലയിടത്തുമായി റോഡ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ഏറെ മണിക്കൂറുകൾ വൈകി വാഹനങ്ങൾ ഓടുന്നു. പലയിടത്തും വീടുകൾ തകർന്നു വീഴുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിരിക്കുന്നു. ട്രെയിനുകൾ മണിക്കൂറുകളോളം വൈകുന്നു. നിരവധി പേർ ഇതിനോടകം തന്നെ മരണപ്പെട്ടതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. കടലിൽ തിരയിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളികളെ വിഴിഞ്ഞത്ത് കാണാതായതും വേദനയോടുകൂടി ഓർക്കുന്ന മറ്റൊരു വിഷയമാണ്. കോട്ടയം, ഇടുക്കി, കൊല്ലം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അടുത്ത 3 മണിക്കൂറിൽ തീവ്ര മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തലസ്ഥാന നഗരത്തിലടക്കം തോരാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിന് കീഴിലുള്ള 17 ഡാമുകളിൽ 6 ഡാമുകളിലാണ് സംഭരണശേഷിയുടെ പൂർണ്ണ അളവിലേക്ക് വെള്ളം കടന്നിരിക്കുന്നത്. മുഴിയാർ, പൊന്മുടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ ഡാമുകളാണ് സംഭരണശേഷിയുടെ പൂർണ്ണതോതിലേക്ക് വെള്ളം നിറഞ്ഞ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് തുറന്നു വിടുന്നുണ്ട്. വൈദ്യുതി വകുപ്പിൻ്റെ അധീനതയിലുള്ള പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും എല്ലാ ഷട്ടറുകളിലൂടെയും നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്.
ഈ ഡാമിന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കിയിലും മഴ തിമിർത്ത് തന്നെയാണ് പെയ്യുന്നത്. ഇടുക്കി ഡാം തുറന്നു വിടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക അതുതന്നെയാണ് ഉയരുന്നത്. അങ്ങനെ തുറന്നു വിടേണ്ടി വന്നാൽ അത് കൊച്ചിയിലടക്കം വലിയ തോതിൽ ഒരു ദുരന്തം സമ്മാനിക്കുമെന്നാണ് പറയുന്നത്. KCBയുടെ ഡാം മാനേജ്മെൻറ്റ് ഇത്തവണ പാളിയെന്ന് വിലയിരുത്തുകയാണ് പല നിരീക്ഷകരും. കാരണം നേരത്തെ തന്നെ തയ്യാറെടുപ്പ് നടത്തേണ്ട പലയിടത്തും ഡാം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്തവണ ഒരു പാകപ്പിഴ സംഭവിച്ചുവെന്ന്, ഈ മഴയെ മുൻകൂട്ടി കാണാനായി സാധിച്ചില്ല എന്നുള്ള വിമർശനം ഒരു ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു. സാധാരണഗതിയിൽ ഔദ്യോഗികമായി കാലവർഷം ആരംഭിക്കുന്നത് ജൂൺ 1 മുതലായി കണക്കാക്കും. വേനൽക്കാലം അവസാനിക്കുന്ന മെയ് 31 വരെയാണ് KCB സാധാരണഗതിയിൽ ഒരു ജലവർഷം എന്ന രീതിയിൽ നോക്കിക്കാണുന്നത്. ജൂൺ 31 മുതൽ തൊട്ടടുത്ത വർഷം മെയ് 31 വരെ. ഈ സമയത്താണ് ഇടുക്കിയിലടക്കമുള്ള പ്രധാനപ്പെട്ട സംഭരണികളിലെ ജലനിരപ്പ് പരമാവധി കുറച്ചു കൊണ്ടുവന്ന്, അതായത് 15% മുതൽ 20% വരെ എത്തിക്കുന്ന ഒരു പതിവാണ് മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നേരത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 40%, ഇപ്പോൾ എത്തി നിൽക്കുന്നത് കേവലം 29%-ലും മറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 2018 ശേഷം തുടർച്ചയായ വർഷങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴ ലഭ്യത വളരെ കുറവായിരുന്നു. നമുക്കറിയാം, കൊടും വരൾച്ചയായിരുന്നു ഇടക്കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്നില്ല. ഇതോടെ ഇത്തരത്തിലൊരു മാനേജ്മെൻറ്റ് കൃത്യമായി നടപ്പിലാക്കാൻ KCBക്ക് തക്ക സമയത്ത് കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനവും ഒരു കോണിൽ ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രളയസാധ്യതാ മുന്നറിയിപ്പും KSDMA പുറപ്പെടുവിക്കുന്നുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിൻ്റെ നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ നിലനിൽക്കുകയാണ്. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക എന്നാണ് മുന്നറിയിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പത്തനംതിട്ടയിൽ അച്ചൻകോവിൽ, കോന്നി GD സ്റ്റേഷൻ പരിധിയിലുള്ള മണിമല, തോത്ര വള്ളക്കുന്ന് സ്റ്റേഷൻ പരിധി, കാസർഗോഡ് ഉപ്പള നദി, നീലേശ്വരം, മൊഗ്രാൽ, ഷിറിയ എന്നീ പരിധികളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ അച്ചൻകോവിൽ നദിയിലും, കണ്ണൂർ പെരുമ്പ, കവ്വായി, കാസർഗോഡ് കരിയങ്കോട്, ചന്ദ്രഗിരി, ഷിറിയ, കൊല്ലം പള്ളിക്കൽ, കോട്ടയം മീനച്ചിലാർ, കോഴിക്കോട് കോരപ്പുഴ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട അച്ചൻകോവിലും അതുപോലെ തന്നെ പമ്പ, തൃശ്ശൂർ കരുവന്നൂർ എന്നീ നദികളിൽ യാതൊരു കാരണവശാലും ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല. ഈ നദികളിലൊക്കെ തന്നെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാനും ജനം തയ്യാറാവണം. ശക്തമായ മഴ ഇങ്ങനെ തന്നെ തുറന്നാൽ സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ചുള്ള ആശങ്ക മുന്നിൽ നിൽക്കുന്നുണ്ട്. ജൂൺ 2-ാം തീയതി സ്കൂൾ തുറക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയതെങ്കിലും സ്കൂൾ തുറക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെയും നാളത്തെയും കാലാവസ്ഥ നോക്കിയതിന് ശേഷം സ്കൂൾ തുറക്കുന്നതിൽ മാറ്റം വേണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നത് ജൂൺ 2-ന് തന്നെയാണെന്നാണ് നിലവിലുള്ള തീരുമാനം. അതിൽ മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. സ്കൂളുകളിൽ അടിസ്ഥാന വികസന സൗകര്യത്തിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി 5000 കോടി രൂപയിലധികം ചിലവഴിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഫലം കണ്ടു. 14,000 സ്കൂൾ കെട്ടിടങ്ങളിൽ ഒന്നിനു പോലും ശക്തമായ കാറ്റിലും മഴയിലും കേടുപാടുകൾ ഇതുവരെയും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടി. പണ്ടൊക്കെ കാറ്റടിക്കുമ്പോൾ ആദ്യം തകർന്നു വീഴുന്നത് സ്കൂളിൻ്റെ ഷെഡുകളായിരുന്നു. എന്നാൽ ഇന്ന് ഒരു സ്കൂളുകളിൽ പോലും ഷെഡുകളില്ലെന്നാണ് മന്ത്രി പറയുന്നത്. ഹൈസ്കൂൾ സമയക്രമത്തിലെ മാറ്റത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ചില അധ്യാപക സംഘടനകൾ തന്നെയാണ്. ആദ്യം തീരുമാനിച്ചത് 110 ദിവസവും 120 ദിവസവുമായിരുന്നു. എന്നാൽ അത് കൂടിപ്പോയെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ഈ സമയക്രമം മാറ്റുകയായിരുന്നു. അതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുമെന്നും മന്ത്രി ഇക്കൂട്ടത്തിൽ തന്നെ പറഞ്ഞു. എല്ലാ ജില്ലകളിലും എന്തായിരുന്നാലും കനത്ത മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രാവിലെ മുതൽ തന്നെ പ്രഖ്യാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ റെഡ് അലർട്ട് പറഞ്ഞിരിക്കുന്നു. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര ശക്തമായ മഴ ഇനി മുന്നോട്ട് കിട്ടാൻ സാധ്യതയില്ലെന്നും പറയുന്നു. പക്ഷേ എന്നിരുന്നാലും മിക്ക ജില്ലകളിലും മഴയ്ക്ക് ശമനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. മലയോര മേഖലകളിലൊക്കെ കനത്ത ജാഗ്രതയുണ്ട്. ഈ സീസണിലെ തന്നെ ആദ്യത്തെ തീവ്ര മഴയെന്ന് പറയുന്നത് അതിനുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരമാവധി പോയാൽ 5 ദിവസത്തോളം നീണ്ടു നിൽക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വിലയിരുത്തലും. ഇനി കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനുമുള്ള സാധ്യത കൂടി വരുന്നു. സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ ഇന്നലെ കനത്ത നാശനഷ്ടം സംസ്ഥാനത്തുടനീളം സംഭവിച്ചു. വിഴിഞ്ഞത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ 9 പേരെ കണ്ടെത്താൻ കഴിയാത്തതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി നിലനിൽക്കുന്നത്. സഹായമാത, ഫാത്തിമമാത എന്നീ വള്ളങ്ങളിലെ തൊഴിലാളികൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. രാത്രി വൈകും കോസ്റ്റ് ഗാർഡിൻ്റെയും കോസ്റ്റൽ പോലീസിൻ്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നു. അതിശക്തമായ കാറ്റിൽ വലിയ കൃഷിനാശം പല മേഖലകളിലും സംഭവിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ വീശിയടിച്ച കാറ്റ് മലയോര മേഖലകളിലൊക്കെ കനത്ത കൃഷിനാശമാണ് ഉണ്ടാക്കിയത്. നഗരത്തിൽ കേരള ബാങ്കിൻ്റെ മേൽക്കൂരയിലെ റൂഫ്
കാറ്റിൽ പറന്നുപോയൊരു സംഭവം ഉണ്ടായിരുന്നു. കഴക്കൂട്ടത്ത് വീടിന് മുകളിൽ മരം വീണ സംഭവം, അതിശക്തമായ കാറ്റിൽ പലയിടത്തും കൃഷി നശിച്ചതടക്കമുള്ള നിരവധി വിഷയങ്ങൾ. ഇന്നലെ വൈകുന്നേരം വരെ ലഭിച്ച കണക്കനുസരിച്ച് കേരളത്തിൽ 36 വീടുകൾ പൂർണ്ണമായും തകർന്നു. 2656 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 19513 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. ഭീമമായ നഷ്ടമാണ് KSEBയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. 2594 സ്ഥലങ്ങളിൽ ഹൈ ടെൻഷൻ ലൈനുകളും 52093 സ്ഥലങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും പൊട്ടി വീണു. വിതരണ മേഖലയിൽ 138 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. ഇതുവരെ 75 ലക്ഷം ഉപഭോക്താക്കൾക്കാണ് വൈദ്യുതി തടസ്സം പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടത്. പലയിടത്തും ഇതുവരെയും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ട്രെയിനുകൾ പലതും വൈകി ഓടുന്നു. 6 മണിക്കൂറിലധികം വരെ വൈകിയാണ് പല ട്രെയിനുകളും ഓടിയിട്ടുള്ളത്. മംഗലാപുരത്തിന് സമീപം ഇന്നലെ മരം വീണതിനെ തുടർന്ന് വന്ദേ ഭാരത് അടക്കം മണിക്കൂറുകളോളം വൈകി ഓടേണ്ട സാഹചര്യമുണ്ടായി. വടക്കൻ കേരളത്തിൽ ദേശീയപാതയിൽ ഉൾപ്പെടെ മണ്ണിടിച്ചിൽ സംഭവിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ ശക്തമായ മഴ കിട്ടിയേക്കുമെന്ന മുന്നറിയിപ്പ് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ മഴയെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഏവരും നോക്കിക്കാണേണ്ടത്. വളരെ ജാഗ്രതയോടുകൂടി നിൽക്കുക, അതല്ലാതെ മറ്റൊന്നും തന്നെ പറയാനില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.